ആർട്സ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ അവിടെ 3 ഡിവിഷൻസ് ആണ് വരുന്നത്. ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഓരോ ടോപ്പിക്കും കൊടുത്തിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാനായിട്ട് പോവുകയാണ്. നമസ്കാരം, എൻട്രിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുകയാണ്. LDC പരീക്ഷ ആയിക്കോട്ടെ, ഈവൻ 12th ലെവൽ എക്സാം ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ, എല്ലാ എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. ഏതാണ്? ആർട്സ്, അല്ലെ? കല എന്ന് പറയും. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ബുക്കൊക്കെ റെഫർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നവരായിരിക്കും. പക്ഷേ ഈ കൂടുതലും ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമ്മളുടെ സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. നിങ്ങളിപ്പം 10th ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവര് എന്ത് ചെയ്യാറുണ്ട്? SCRT പാഠപുസ്തകങ്ങൾ ആദ്യം തൊട്ടേ ഇരുന്ന് പഠിക്കാറുണ്ട്. നിങ്ങൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് ജോഗ്രഫി, ഹിസ്റ്ററി, അങ്ങനെയുള്ള കുറച്ച് സബ്ജക്റ്റുകളാണ്, അല്ലെ? പക്ഷേ ഇതൊന്നും അല്ലാതെ നിങ്ങൾ ആ ഒരു സമഗ്രയുടെ പോർട്ടലിൽ കയറി നോക്കുമ്പോൾ തന്നെ അവിടെ ഈ ഓരോ ലിസ്റ്റിൽ നോക്കുമ്പോൾ താഴെ ആർട്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ലെവലിലായിട്ട് ആർട്സ് എന്ന് പറഞ്ഞ ഒരു പാഠപുസ്തകം നമുക്ക് അവിടെ ഉണ്ട്. മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ആ ഒരു കുറച്ച് കാര്യങ്ങൾ PSC പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യാ? കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് കൂടി റെഫർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അത് റെഫർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് കലയുമായി ബന്ധപ്പെട്ട് PSC സിലബസിൽ തന്നിട്ടുള്ള ആ ഒരു പോർഷൻസ് ഓൾറെഡി കവർ ആവും. ഓക്കെ, അപ്പോ നമുക്ക് ഇന്ന് കലയുമായി ബന്ധപ്പെട്ട് 5ാം ക്ലാസ്സിലെ പാഠപുസ്തകം, ഓക്കെ, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളെ ഒന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരികയാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ആ ഒരു ഭാഗത്ത് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഓരോ ടോപ്പിക്കും കൊടുത്തിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാനായിട്ട് പോവുകയാണ്. സോ ഇത് ബാക്കി അങ്ങോട്ട് നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് അവിടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് 5ാം ക്ലാസ് ലെവലിൽ നിന്നുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് ആർട്സുമായി ബന്ധപ്പെട്ട ആ ഒരു പാഠപുസ്തകത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. മെയിൻ ആയിട്ടും ഈ ആർട്സ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ അവിടെ 3 ഡിവിഷൻസ് ആണ് വരുന്നത്. 3 ഡിവിഷൻസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു 3-4 ചാപ്റ്റർ കാണും. അവിടെ എന്താണ്? ചിത്രരചനയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, അവിടെ നിങ്ങൾക്ക് ഓരോ ചിത്രകാരന്മാരെ കുറിച്ചും ഓരോ ചിത്രകലയെ കുറിച്ചും ഉള്ള കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ രണ്ടാമത്തെ മേഖലയിലേക്ക് വരുമ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സംഗീതം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നമ്മൾ സംഗീതവുമായി ബന്ധപ്പെട്ട സംഗീതജ്ഞരെ കുറിച്ചും വാദ്യോപകരണങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് 3ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ നാടകം, ഓക്കെ, ഡ്രാമയുമായി ബന്ധപ്പെട്ട കുറെ വ്യക്തികളെയും അതുപോലെ തന്നെ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ ചിത്രരചനയുമായി ബന്ധപ്പെട്ട 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന്. ആദ്യം കൊടുത്തിരിക്കുന്നത് രാജാ രവിവർമ്മയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. രാജാ രവിവർമ്മ, നിങ്ങൾ കഴിഞ്ഞ 10th ലെവൽ എക്സാംസ് ഒക്കെ എഴുതിയവരാണെങ്കിൽ രാജാ രവിവർമ്മയുമായി ബന്ധപ്പെട്ട ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? രാജാ രവിവർമ്മയുടെ അവസാന ചിത്രം ഏതായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ചോദ്യം വന്നിട്ടുള്ളതും ഈ ഒരു പാഠപുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. നമുക്ക് നോക്കാം രാജാ രവിവർമ്മയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന്. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്താണ്? രാജാക്കന്മാരിലെ ചിത്രകാരൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? പ്രീവിയസ് ഇയർ മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? രാജാക്കന്മാരിലെ ചിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് നമ്മൾ പേര് പറയേണ്ടത്? രാജാ രവിവർമ്മയാണ്. ഓക്കെ, ഇനി തിരിച്ചും ചോദിക്കാം. ചിത്രകാരന്മാരിലെ രാജാവ് അല്ലെങ്കിൽ ചിത്രകാരന്മാർക്കിടയിലെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസ് സ്വാതി തിരുനാളൊക്കെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് തരും. അപ്പൊ അതാ ഓർത്ത് വെച്ചിരിക്കുക. രാജാക്കന്മാരിലെ ചിത്രകാരൻ ആരെന്ന് ചോദിച്ചാലും ചിത്രകാരന്മാരിലെ രാജാവ് ആരെന്ന് ചോദിച്ചാലും നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത് ആരുടെ പേരാണ്? അത് രാജാ രവിവർമ്മയാണ്. മനസ്സിലായല്ലോ? ഇനി ഇത് മറന്നു പോകത്തില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം എവിടെയാണ് ജനിച്ചത്?
അദ്ദേഹം കിളിമാനൂർ കൊട്ടാരത്തിലാണ്. ഏത് വർഷമാണ്? 1848 ഏപ്രിൽ 29. അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ട അധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. കൂടുതലും ഇദ്ദേഹത്തിന്റെ പെയിന്റിങ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ജനനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കിളിമാനൂർ കൊട്ടാരത്തിലാണ്. 1848 ഏപ്രിൽ 29 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്ത ചിത്രങ്ങൾ നമുക്കറിയാം, ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഇനി നിങ്ങൾ 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ 5ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന ലെവലിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോ 5ാം ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ പ്രശസ്ത ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ശകുന്തള. ഓക്കെ, അതെല്ലാവർക്കും അറിയാലോ. രാജാ രവിവർമ്മയുടെ പ്രശസ്ത ചിത്രങ്ങളിൽ ഒന്നാണിത് ശകുന്തള എന്ന് പറയുന്നത്. അടുത്തതാണ് ഹംസ ദമയന്തി. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യമാണ്. ഹംസ ദമയന്തി എന്ന ചിത്രം ആരുടേതാണ്? അത് രാജാ രവിവർമ്മയുടേതാണ്. അതുപോലെ തന്നെയാണ് ജിപ്സികളുമായി ബന്ധപ്പെട്ട് LGS ലെവലിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞേ, പ്രശസ്ത ചിത്രങ്ങൾ, രാജാ രവിവർമ്മയുടെ പ്രശസ്ത ചിത്രങ്ങൾ 3 പേര് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? 1 ശകുന്തള, 2 ഹംസ ദമയന്തി, 3 എന്താണ്? ജിപ്സികളാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ രാജാ രവിവർമ്മയുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഒരു കാര്യം കൂടി നോക്കൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുന്നു, ഒരാളുടെ കാര്യം ഇങ്ങനെ തന്നിട്ട് ചോദിക്കുന്നു, ഇത് ആരെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നോക്കൂ, ഇദ്ദേഹത്തിന്റെ മേന്മകൾ അവിടെ പറയുന്നുണ്ട്. ആരുടെയാണ്? രാജാ രവിവർമ്മയുടെ മേന്മകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന് നോക്കൂ, ഇന്ത്യൻ ചിത്രകാരന്മാർക്കിടയിൽ അധികം പ്രചാരം ഇല്ലാതിരുന്ന എണ്ണച്ചായം, ഓയിൽ പെയിന്റിംഗ് അഥവാ എണ്ണച്ചായം എന്ന മാധ്യമം വിദേശികൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത വിധം മികച്ച രീതിയിൽ പ്രയോഗിച്ച ഒരു ചിത്രകാരനാണ് ആര്? രാജാ രവിവർമ്മ. മനസ്സിലായോ? ഇദ്ദേഹത്തിന്റെ ഒരു മേന്മയാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? ഇന്ത്യൻ ചിത്രകാരന്മാർക്കിടയിൽ അധികം പ്രചാരത്തിൽ ഇല്ലായിരുന്ന ഒരു സംഭവമായിരുന്നു ഈ ഓയിൽ പെയിന്റിംഗ് അഥവാ എണ്ണച്ചായം എന്ന് പറയുന്നത്. ഇത് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച ഒരു ചിത്രകാരൻ ആരാണ്? അത് രാജാ രവിവർമ്മയാണ്. അത് മാത്രമല്ല, തന്റെ ചിത്രങ്ങൾ സാധാരണക്കാർക്ക് പോലും വീട്ടിൽ ലഭ്യമാക്കി. അതും അദ്ദേഹത്തിന്റെ ഒരു മേന്മയാണ്. അദ്ദേഹം ഇത്രയും ഫേമസ് ആകാനുള്ള ഒരു കാരണം കൂടി അതാണ്. എന്താണ്? അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സാധാരണക്കാർക്ക് പോലും എന്ത് ചെയ്യുന്നു? വീട്ടിൽ ലഭ്യമാക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അത് നമ്മളുടെ ആരുടെ മാത്രം പ്രത്യേകതയാണ്? രാജാ രവിവർമ്മയുടെ മാത്രം പ്രത്യേകതയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി നോക്കൂ. മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകൊടി 1873 മദ്രാസ്, വിയന്ന എന്നിവിടങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ എന്ത് ചെയ്തു? മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തു. ഇങ്ങനെ ചോദിക്കത്തില്ല, പകരം ഇങ്ങനെ ചോദിക്കുന്നു, മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകൊടി ആരുടെ പ്രശസ്തമായ ചിത്രമാണ്? ആരുടേതാണ്? അത് രാജാ രവിവർമ്മയുടേതാണ്. ഓക്കെ അല്ലേ? അപ്പോ മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകൊടി ആരുടെ പ്രശസ്തമായ ചിത്രമാണ്? രാജാ രവിവർമ്മയുടേതാണ്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എന്താണ്? കുറച്ച് ചിത്രങ്ങൾ തന്നിട്ട് ഇതിൽ രാജാ രവിവർമ്മയുടെ അവസാന ചിത്രം ഏതാണ്, അല്ലെങ്കിൽ ഈ ഒരു ഏത് ചിത്രത്തിന്റെ രചനയ്ക്കിടയിലാണ് രാജാ രവിവർമ്മ അന്തരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അതും ഈ ഒരു പോയിന്റ് ആണ്, ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കാദംബരി. ഏതാണ്? കാദംബരി എന്ന ചിത്രത്തിന്റെ രചനയ്ക്കിടയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? 1906 ഒക്ടോബർ 2 മരണമടയുന്നത്. മനസ്സിലായോ? അപ്പൊ കാദംബരി ഓർക്കുക. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ പഠിച്ചു വന്നപ്പോൾ ഓൾമോസ്റ്റ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെയിന്റിങ്സ് ഏതൊക്കെയാണെന്ന് ഇപ്പൊ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. കാദംബരി, അതുപോലെ തന്നെ മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി, അതുപോലെ ഹംസദമയന്തി, ശകുന്തള, ജിപ്സികൾ, ഇതെല്ലാമാണ് ആരുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങള്? രാജാ രവിവർമ്മയുടെ പ്രധാനപ്പെട്ട പ്രശസ്തമായ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ രാജാ രവിവർമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ഒരു വ്യക്തിയെ കുറിച്ച്, അടുത്ത ഒരു ചിത്രകാരനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ. ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ. ആരാണ്? നമ്മൾ വേറൊരു ടാഗോറുമായിട്ട് ഒരു ബന്ധം നമുക്ക് തോന്നുന്നുണ്ട്. ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടാഗോർ ആണ് രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ രവീന്ദ്രനാഥ ടാഗോറിന്റെ
സഹോദരി പുത്രനാണ് ആര്? ഈ അബനീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രവീന്ദ്രനാഥ് ടാഗോറിന്റെ സഹോദരി പുത്രനാരാണ്? അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. ഇദ്ദേഹം എവിടെയാണ് ജനിച്ചത്? കൽക്കത്തയിലെ ജെറസാങ്കോയിലാണ് അദ്ദേഹം ജനിച്ചത്. അതൊന്നും പോട്ടെ, അതൊക്കെ അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. പക്ഷെ ഇനി അങ്ങോട്ട് നോക്കൂ. പാശ്ചാത്യ ചിത്രരചനാ രീതിക്കെതിരായിട്ട് ഇന്ത്യയുടെ തനത് രചനാ രീതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തി ആരാണ്? ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തി ആരാണ്? അവിടെ നമ്മൾ ഓർക്കുക, ചിത്രകലാ പ്രസ്ഥാനം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചിത്രകല പഠിക്കുന്നത്, അതായത് ആർട്സ് പഠിക്കുമ്പോൾ പഠിച്ച ഒരാളായിരിക്കണമല്ലോ, അല്ലെ? അപ്പൊ ഓർക്കൂ, സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. ആരാണ്? അബനീന്ദ്രനാഥ് ടാഗോർ ആണ് സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം എന്ന് ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്താ പറയാ? എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത്? അതായത് പാശ്ചാത്യ ചിത്രരചന രീതിക്കെതിരായിട്ട്, എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയുടെ തനത് രീതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു പ്രസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്? സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നോക്കൂ, ഈ പ്രസ്ഥാനമാണ് പിന്നീട് ബംഗാൾ സ്കൂൾ മൂവ്മെന്റ്, എന്താണ്? ബംഗാൾ സ്കൂൾ മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓക്കെ, അപ്പോ ആ ഒരു പ്രസ്ഥാനമാണ് എന്താണെന്ന് അറിയപ്പെടുന്നത്? പിന്നീട് ബംഗാൾ സ്കൂൾ മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ പ്രശസ്ത ചിത്രങ്ങൾ, അബനീന്ദ്രനാഥിന്റെ ചിത്രങ്ങളും മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്ത ചിത്രങ്ങൾ ഒന്ന് പറഞ്ഞേ. ഒന്ന്, യാത്രയുടെ അവസാനം. എന്താണ്? യാത്രയുടെ അവസാനം. രണ്ട്, ഭാരതമാത. ഓക്കെ, ഭാരതമാത. മൂന്നെന്താണ്? വിക്ടറി ഓഫ് ബുദ്ധ. എന്താണ്? വിക്ടറി ഓഫ് ബുദ്ധ. Then അടുത്തൊന്നാണ് ദ പാസിംഗ് ഓഫ് ഷാജഹാൻ. ഓക്കെ, ദ പാസിംഗ് ഓഫ് ഷാജഹാൻ. അപ്പൊ അബനീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രശസ്ത ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് പഠിച്ചു വെച്ചേ. ഏതൊക്കെയാണ്? ഒന്ന്, യാത്രയുടെ അവസാനം. രണ്ട്, ഭാരതമാത. മൂന്ന്, വിക്ടറി ഓഫ് ബുദ്ധ. ആൻഡ് നാലാമത്തെ, ഇനി ഒരുപാട് ചിത്രങ്ങളുണ്ട്, വളരെ പ്രശസ്തമായിട്ടുള്ളത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ദ പാസിംഗ് ഓഫ് ഷാജഹാൻ, ഇതും ആരുടെ ചിത്രമാണ്? നമ്മുടെ അബനീന്ദ്രനാഥ് ടാഗോറിന്റേതാണ്. ക്ലിയർ ആണോ? അപ്പൊ രാജാ രവിവർമ്മയെ കുറിച്ച് പഠിച്ചു, അബനീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? MF ഹുസൈൻ എന്ന് പറയുന്നത്. ആരാണ്? MF ഹുസൈൻ. ചിത്രകലാകാരന്മാരെ കുറിച്ചല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തി ആരാണ്? MF ഹുസൈൻ ആണ്. ഇനി നിങ്ങളടുത്ത് ചോദിക്കുന്നു, MF ഹുസൈൻ, അതിലെ MF അല്ലെങ്കിൽ MF ഹുസൈന്റെ പൂർണ്ണ നാമം ഏതെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ആൻസർ കൊടുക്കുക. എന്താണ്? മഖ്ബൂൽ ഫിദ ഹുസൈൻ എന്നാണ്. എന്താണ്? മഖ്ബൂൽ ഫിദ ഹുസൈൻ. ഒന്ന് പറഞ്ഞേ. മഖ്ബൂൽ ഫിദ ഹുസൈൻ എന്നാണ് MF ഹുസൈന്റെ പൂർണ്ണ നാമം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹം ജനിക്കുന്നത് 1915 സെപ്റ്റംബർ 17-നാണ്. എവിടെയാണ് ജനിച്ചത്? ബോംബെയിലെ പന്താപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബോംബെയിലെ പന്താപൂർ എന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? MF ഹുസൈൻ ജനിക്കുന്നത്. ഹുസൈൻ ചിത്രങ്ങളുടെ പ്രത്യേകത, ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നു. ശക്തിയുള്ള രേഖകളും തെളിഞ്ഞ നിറങ്ങളും പ്രത്യേകതയായിട്ടുള്ള ആ ഒരു ചിത്രകാരൻ ആരാണ്? അല്ലെങ്കിൽ ആരുടെ ചിത്രത്തിന്റെ പ്രത്യേകതയാണ് ശക്തിയുള്ള രേഖകളും തെളിഞ്ഞ നിറങ്ങളും എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട പേരാരാണ്? MF ഹുസൈൻ ആണ്. ക്ലിയർ ആണോ? അപ്പൊ MF ഹുസൈന്റെ ഫുൾ നെയിം പഠിച്ചു വെച്ചിരിക്കുക. മഖ്ബൂൽ ഫിദ ഹുസൈൻ എന്നാണ്. അതുപോലെ തന്നെ ആ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ പ്രത്യേകത കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. എന്താണ്? ശക്തിയുള്ള രേഖകളും തെളിഞ്ഞ നിറങ്ങളുമാണ് അതിന്റെ പ്രത്യേകത. ഇനി അദ്ദേഹം നേതൃത്വം നൽകിയ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു പ്രസ്ഥാനമുണ്ട്. അതിന്റെ പേരാണ് ബോംബെ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആർട്ടിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ബോംബെ പ്രോഗ്രസീവ്. ബോംബെയിലല്ലേ അദ്ദേഹം ജനിച്ചത്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത്
ഓർത്ത് വെച്ചിരിക്കുക. ബോംബെ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ്, അത് ആ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? എം.എഫ്. ഹുസൈൻ ആണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്ത ചിത്രങ്ങൾ ഒന്ന് പഠിച്ച വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാവങ്ങളുടെ അമ്മ, കുതിരകൾ, പാവങ്ങളുടെ ഒരുപാട് ചിത്രങ്ങളുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പാവങ്ങളുടെ അമ്മ, കുതിരകൾ എന്താണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ്. ഇനി അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളുണ്ട്. അതേതൊക്കെയാണ്? ഗജഗാമിനി, ത്രൂ ദ ഐസ് ഓഫ് എ പെയിന്റർ, ഇതെല്ലാം അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ്, സിനിമകളാണ്. ഓക്കെ അല്ലേ? അപ്പോ ഓർത്തു വെച്ചിരിക്കുക, ബോംബെ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് ആരുടെ നേതൃത്വത്തിലാണ് രൂപം നൽകിയത്? അത് ഈ ഒരു എം.എഫ്. ഹുസൈന്റെ നേതൃത്വത്തിലാണ്. ഇനി ഇദ്ദേഹത്തിന് ചിത്രകലയ്ക്കുള്ള പരമോന്നത ബഹുമതിയായ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് 2011 ജൂൺ 9 എന്ത് ചെയ്യുന്നു? ലണ്ടനിൽ വെച്ച് മരണമടയുകയുണ്ടായി. ഓക്കെ, അപ്പോ എം.എഫ്. ഹുസൈനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം പഠിച്ചല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് നമ്മളെ ഇന്ത്യയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള, അപ്പൊ രാജാ രവിവർമ്മ നമ്മുടെ കിളിമാനൂരിലേക്ക് ഉള്ള ആളാണ്. പക്ഷെ ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും ഒക്കെ ഫേമസ് ആയിട്ടുള്ള ചിത്രകാരന്മാരെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള, ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഇദ്ദേഹത്തിന്റെ ശില്പങ്ങളും കാര്യങ്ങളും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആരാണ്? കാനായി കുഞ്ഞിരാമൻ. ഓക്കെ, കാനായി കുഞ്ഞിരാമൻ. കാനായി കുഞ്ഞിരാമൻ എവിടെയാണ് ജനിക്കുന്നത്? അതൊന്ന് പഠിച്ചു വെച്ചോളൂ. കാനായി കുഞ്ഞിരാമൻ ജനന സ്ഥലം എവിടെയാണ്? കാസർഗോഡ് ജില്ലയാണ്. ഓക്കെ, കാസർഗോഡ് ജില്ലയിലാണ് കാനായി കുഞ്ഞിരാമൻ ജനിക്കുന്നത്. അദ്ദേഹം ശില്പകലയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിപ്ലോമ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി കാണും, അദ്ദേഹം ഒരു ശില്പിയാണ്, സ്കൾപ്ചറാണ് അല്ലെ, ഒരു ശില്പിയാണ്. ആര്? കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ആരാണ്? പ്രശസ്ത ചിത്രകാരനായിട്ടുള്ള KCS പണിക്കറാണ്. KCS പണിക്കറിനെ കുറിച്ച് നമുക്ക് ആർട്സിൽ പഠിക്കാനായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ, ആരുടെ ഗുരുനാഥൻ? കാനായി കുഞ്ഞിരാമന്റെ ഗുരുനാഥൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? പ്രശസ്ത ചിത്രകാരനായിട്ടുള്ള KCS പണിക്കറാണ്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ് അദ്ദേഹത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട സൃഷ്ടികൾ. ഓക്കെ, പ്രധാനപ്പെട്ട സൃഷ്ടികൾ നമുക്ക് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ എല്ലാ രീതിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോ മലമ്പുഴ ഡാമിൽ പോവുകയാണ്. ഓക്കെ, മലമ്പുഴ ഡാമിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? ഒരു ശില്പം കാണാനായിട്ട് സാധിക്കും. ആ ഒരു ശില്പത്തിന്റെ പേരെന്താണ്? യക്ഷി. ഓക്കെ, മലമ്പുഴ ഡാം ആ ഒരു ഏരിയയിലൊക്കെ ഉള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാകും. ആ ഒരു ശില്പം പണി കഴിപ്പിച്ചത് ആരാണ്? കാനായി കുഞ്ഞിരാമനാണ്. ഓക്കെ അല്ലേ? അപ്പൊ മലമ്പുഴ ഡാമിലെ യക്ഷി എന്ന ആ ഒരു ശില്പത്തിന്റെ ശില്പി ആരാണ്? കാനായി കുഞ്ഞിരാമൻ. ഇനി നിങ്ങൾ പോകുന്നത് നേരെ വേളിക്കടപ്പുറത്തേക്കാണ്. വേളിക്കടപ്പുറത്ത് പോയാൽ എന്താ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? അവിടെ ഒരു ശംഖിന്റെ ഒരു ശംഖിന്റെ ശില്പം കണ്ടിട്ടില്ലേ? ശംഖ്. ഓക്കെ, ആ ശംഖ്, ആ ഒരു ശില്പം പണി കഴിപ്പിച്ചതും ആരാണ്? കാനായി കുഞ്ഞിരാമനാണ്. ഓക്കെ, ഇനി നോക്കൂ, മിക്കവരും പോയിട്ടുള്ളതായിരിക്കും ശംഖുമുഖം അല്ലെ. ശംഖുമുഖം ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ജലകന്യകയെ കണ്ടിട്ടുണ്ടോ? ജലകന്യക. ഓക്കെ, അപ്പൊ ആ ജലകന്യകയും എന്താണ് ക്രിയേറ്റ് ചെയ്തത് ആരാണ്? ഇദ്ദേഹമാണ്. ഓക്കെ, ദെൻ പയ്യാമ്പലം, കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന ഒരു ശില്പമുണ്ട്. ഓക്കെ, അമ്മയും കുഞ്ഞും, അതും ഇദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. കൊച്ചിയിലെ മുക്കോല പെരുമാൾ എന്ന് പറയുന്ന ഒരു സൃഷ്ടിയുണ്ട്, അതും ഇദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന സൃഷ്ടികൾ എന്ന് പറഞ്ഞ പേരുകളൊന്ന് പറഞ്ഞേ. യക്ഷി, ശംഖ്, ജലകന്യക, അമ്മയും കുഞ്ഞും, അതുപോലെ തന്നെ മുക്കോല പെരുമാൾ. ഇതൊക്കെ ഏതൊക്കെ സ്ഥലത്തു നിന്നാണ്, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നതെന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പൊ ചോദിക്കുന്നു, ജലകന്യക എന്ന പ്രശസ്തമായ ശില്പം കാണാൻ സാധിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് മലമ്പുഴ ഡാം, വേളി എന്ന് പറഞ്ഞിങ്ങനെ ഓപ്ഷൻസ് തരികയാണെങ്കിൽ ഓർത്തു വെച്ചിരിക്കുക, ജലകന്യക നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? ശംഖുമുഖം ബീച്ചിൽ പോകുമ്പോഴാണ്. ഇനി ഇദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രീവിയസ് ഇയർ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയാൽ കുറച്ച് അവർ ടഫ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട വർഷങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻസിൽ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പം ONBക്ക് ഓരോ അവാർഡ്സ് കിട്ടിയ വർഷം 4 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് അതിലേതാണ് തെറ്റായിട്ടുള്ളത്, ജ്ഞാനപീഠം ലഭിച്ചത് വർഷം, ആ ഒരു തെറ്റായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഇതിൽ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? വർഷങ്ങൾ കൂടി പ്രധാനപ്പെട്ട
വ്യക്തികൾക്ക് ഈ അവാർഡ്സ് കിട്ടിയിട്ടുള്ള വർഷങ്ങൾ കൂടി പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം. അദ്ദേഹത്തിന് 2005 എന്ത് ലഭിച്ചു? രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചു. കാനായി കുഞ്ഞിരാമൻ എന്ത് ലഭിച്ചു? 2005 രാജാ രവിവർമ്മ പുരസ്കാരം ലഭിക്കുന്നത്. 2006 അദ്ദേഹത്തിന് തിക്കുറിശി അവാർഡ് ലഭിച്ചു. എന്താണ്? തിക്കുറിശി അവാർഡ് ലഭിക്കുന്നു. 2018 അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത്? MS നഞ്ചുണ്ടറാവു ദേശീയ അവാർഡ് ലഭിക്കുന്നത്. എന്താണ്? MS നഞ്ചുണ്ടറാവു ദേശീയ അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട 3 പുരസ്കാരങ്ങളും വർഷവും നമ്മൾ പഠിച്ചു. 2005 രാജാ രവിവർമ്മ പുരസ്കാരം, 2006 തിക്കുറിശി അവാർഡ്, 2018 എന്ത് ലഭിക്കുന്നു? MS നഞ്ചുണ്ടറാവു ദേശീയ അവാർഡ് ലഭിക്കുന്നു. ഓക്കെ, അപ്പോ കാനായി കുഞ്ഞിരാമന്റെ കാര്യവും നമ്മൾ സെറ്റാക്കി. ഇനി നമ്മൾ പോകുന്ന ലാസ്റ്റ് വ്യക്തി ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. നമ്മൾ നേരത്തെ പഠിച്ച വ്യക്തി ആരായിരുന്നു? അബനീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു അല്ലെ? അത് ചിത്രകലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു. ഇനി അല്ലാതെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സംഗീതത്തിലേക്കും അങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി വേറെയും കുറെ വ്യക്തികളുടെ കാര്യം പഠിക്കാനുണ്ട്. ഇപ്പൊ മോഹിനിയാട്ടത്തിലെ കല്യാണിക്കുട്ടി അമ്മയെ കുറിച്ചൊക്കെ നമുക്ക് ഈ പാഠപുസ്തകത്തിലുണ്ട്. അതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നോക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. നോക്കൂ, നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. PSC പഠിച്ചു തുടങ്ങുന്നവരെല്ലാം പഠിച്ചു തുടങ്ങുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നോബൽ സമ്മാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ത്? നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അദ്ദേഹമാണ് നമ്മുടെ ദേശീയ ഗാനം എഴുതിയതല്ലേ? ദേശീയ ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി ചോദിച്ച മറ്റൊരു ചോദ്യം ഇതായിരുന്നു, രവീന്ദ്രനാഥ ടാഗോറിന്റെ ഏത് കവിതയിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗാനം എടുത്തിട്ടുള്ളത്? ഏത് കവിതയിൽ നിന്നാണ്? നോക്കൂ, ടാഗോറിന്റെ ഭാഗ്യവിധാത. ഏതാണ്? ഭാഗ്യവിധാത എന്ന കവിതയിലെ ആദ്യത്തെ 12 വരികളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ദേശീയ ഗാനമായിട്ട് എടുത്തിട്ടുള്ളത്. ദേശീയ ഗാനമായിട്ട് അത് അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 26 അംഗീകരിച്ചത്. ഓക്കെ, അപ്പൊ ടാഗോറിന്റെ ഏത് കവിതയിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗാനം എടുത്തിട്ടുള്ളത്? ഭാഗ്യവിധാത എന്ന കവിതയിൽ നിന്നാണ്. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? 1911 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങളത് ചോദിക്കുന്നത് ലാഹോർ സമ്മേളനം, കൽക്കട്ട സമ്മേളനം അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. സോ ഓർത്ത് വെച്ചിരിക്കുക. എന്താണ്? 1911 കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത്. ഇതെല്ലാം നമ്മൾ LGS പരീക്ഷയ്ക്കൊക്കെ പഠിച്ചിട്ട് പോകുന്ന കാര്യങ്ങളാണ് അല്ലെ? ദേശീയ ഗാനത്തെ കുറിച്ചും ദേശീയ ഗീതം, നമ്മുടെ എന്താണ് പതാകയൊക്കെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ പഠിച്ച കാര്യമായിരിക്കും. എങ്കിലും ഇതും ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരാനായിട്ടാണ് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ദേശീയ ഗാനത്തിന് ഈണം നൽകിയ വ്യക്തിയുടെ പേര് കൂടി ഒന്ന് പഠിച്ചേ. ദേശീയ ഗാനത്തിന്റെ സൃഷ്ടാവ് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി ആ ഒരു ഈണം ഉണ്ടല്ലോ, നമ്മുടെ ജനഗണമന ആ ഒരു ടൂണുണ്ടല്ലോ, ആ ഒരു ഈണം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശുകാരനായിട്ടുള്ള ക്യാപ്റ്റൻ രാം സിംഗ് ടാക്കൂർ ആണ്. ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് ടാക്കൂർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ദേശീയ ഗാനത്തിന് ഈണം നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി എല്ലാവർക്കും അറിയാം ദേശീയ ഗാനം രചിച്ച ഭാഷ എല്ലാവർക്കും അറിയാലോ, ബംഗാളി ഭാഷയാണ്. ദേശീയ ഗാനം പാടി തീർക്കുവാൻ എത്ര സെക്കൻഡ് ആണ് വേണ്ടത്? 52 സെക്കൻഡിനുള്ളിലാണ് നമുക്ക് ദേശീയ ഗാനം പാടി തീർക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കുറച്ച് ഭാഗം നിങ്ങളെ ഒന്ന് ജസ്റ്റ് ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള മേഖലകൾ മാത്രമേ ഞാനിപ്പോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നിങ്ങൾ അങ്ങോട്ട് പഠിക്കുമ്പോൾ കലയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം പഠിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ സ്കൂൾ പാഠപുസ്തകം കൂടി നോക്കാൻ. നിങ്ങൾക്ക് ഇപ്പം ആ ഒരു ലെവൽ മനസ്സിലായി കാണും. 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു 8, 9, 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം ഡീപ്പായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം? ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സമഗ്രയിൽ കയറുക, ഓരോ ക്ലാസ് എടുക്കുക, അവിടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അവിടുത്തെ ആ ഓരോ സബ്ജക്റ്റുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കല,
മലയാളത്തിൽ എടുക്കുകയാണെങ്കിൽ കല അല്ലെങ്കിൽ ആർട്സ് എന്ന് പറഞ്ഞ രീതിയിൽ അവിടെ എന്തുണ്ടായിരിക്കും, അവിടെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. കുറച്ച് സമയം നിങ്ങൾക്ക് അതിനുവേണ്ടി വായിക്കാനൊക്കെ എടുത്ത് മാറ്റി വെക്കാം. പക്ഷെ അത് വായിക്കുന്നത് കൊണ്ട് വളരെ ഉപകാരം നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകും. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.